തത്വസ്വരൂപാനുഭവോത്പന്ന ജ്ഞാനമഞ്ജുത അഹം മമേതിജാജ്ഞാനം ബോധതേ ദിഗ്ഭ്രമാദികൾ അല്ലേ? തത്വസ്വരൂപാനുഭവാത് ഉത്പന്നം ജ്ഞാനമഞ്ജസ അഹം മമേതിജാജ്ഞാനം ബാധതേ ദിഗ്ഭ്രമാദിവത്. തത്വസ്വരൂപത്തിൽ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം സൂര്യൻ ദിഗ്ഭ്രമാദികളെ എന്നോണം ഞാൻ എൻ്റേത് എന്ന് തുടങ്ങിയ അജ്ഞാനത്തെ കൊടുന്നനവെ ഇല്ലാതാക്കുന്നു. ഞാൻ എൻ്റെ എന്നുള്ളതിനെ ഇല്ലാതാക്കുന്നതേതോ അതാണ് തത്വസ്വരൂപത്തിൻ്റെ അനുഭവം. അനുഭവത്തിലാണ് ഞാൻ എൻ്റെ എന്നുള്ളത് ഇല്ലാതാകുന്നത്. അനുഭവത്തിൽ അവസാനിക്കുന്നതാണത്, അല്ലാതെ അത് പ്രസംഗത്തിൽ അല്ല എന്നർത്ഥം, പുസ്തകത്തിലല്ല എന്നർത്ഥം. ഞാൻ എൻ്റെ എന്നുള്ള പരിമിതമായ ബുദ്ധി തീർത്തും ഇല്ലാതാവുന്ന ഘട്ടം ഏതോ അതാണ് ഏത്? ആത്മതത്വത്തെ അറിയുന്ന ജ്ഞാനിയുടെ സ്ഥിതി. രണ്ടും കൂടി ഒന്നിച്ചിരിക്കില്ല. നിർഭയത്വമാണെന്ന് മറ്റൊരു തലത്തിൽ അത് പറയും. എന്താണ് ആത്മജ്ഞാനി എന്ന് ചോദിച്ചാൽ നിർഭയത്വമാണ്, ഭയരാഹിത്യം, ഭയമില്ലായ്മ. ഭയം ഉണ്ടെങ്കിൽ എന്തായി? മറ്റൊരു തലത്തിൽ പറയും ശോകമോഹാദികളില്ലാതെ ഇരിക്കുക. ഇതൊന്നില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവില്ല. ശോകമോഹങ്ങളുണ്ട്, അയാൾ ആത്മാവിനെ എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു, പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ അയാൾ ആത്മാവിനെ അറിഞ്ഞില്ല, മറ്റെന്തിനൊക്കെ അറിഞ്ഞതാണ്. അഥവാ ബുദ്ധിതലത്തിലുള്ള അറിവേ ഉള്ളൂ എന്നർത്ഥം. രണ്ടും കൂടി ഒന്നിച്ചിരിക്കില്ല. രണ്ടും അന്യോന്യ വിരുദ്ധമത്രേ. രാത്രിയും പകലും എന്നോണം എന്ന പോലെ അന്യോന്യ വിരുദ്ധങ്ങളാണ്. ഒന്നിൻ്റെ ഭാവം വിവേകമാണെങ്കിൽ മറ്റൊന്നിൻ്റെ ഭാവം വികാരമാണ്. അപ്പൊ വൈകാരികമായ ഭാവത്തിൽ നിന്ന് ഏതൊരാൾ മുക്തനാകുന്നുവോ അയാൾ വിവേകത്തിൻ്റെ മാർഗത്തിലായിരിക്കും. വിവേകം ഉള്ളിടത്ത് ഈ വികാരങ്ങൾ ഉണ്ടാവില്ല. രണ്ടും കൂടി ഒന്നിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് സൂര്യൻ ദിഗ്ഭ്രമാദികളെ എന്നോണം ഞാൻ എൻ്റേത് എന്ന് തുടങ്ങിയ അജ്ഞാനത്തെ പൊടുന്നനവെ ഇല്ലാതാക്കുന്നു. പരിമിതങ്ങളായ കാമനകൾ ആരിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നുവോ, ഇല്ലാതാക്കിയിരിക്കുന്നു എന്നല്ല, സ്വാഭാവികമായി കൊഴിഞ്ഞു പോയിരിക്കുന്നുവോ, അങ്ങനെ ഇരിക്കുന്ന ആൾ ആത്മജ്ഞാനിയാണ്. അയാളെ സംബന്ധിച്ച് ഭയമില്ല. ഇരുട്ടുകൊണ്ട് കണ്ണു കാണാതെയോ ദിക്കു മനസ്സിലാകാതെയോ വിഷമിക്കുന്ന ഒരാൾക്ക് സൂര്യോദയം വരെ അതേ നിലയിൽ വർത്തിക്കേണ്ടി വന്നേക്കാം. സൂര്യോദയം വന്നു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ വിഷമങ്ങളും പെട്ടെന്ന് അസ്തമിക്കുന്നു. ഇതുപോലെ ഞാൻ എൻ്റേത് എന്നിങ്ങനെയുള്ള ചിന്തകളാൽ ഒരുവന്റെ വിവേകദൃഷ്ടി ആവൃതമായിരിക്കുന്നു. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്തവ. അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് ഈ ജന്തുക്കളുടെ മുകളിൽ ഒരു ആവരണം വന്ന് കിടക്കുക. ഈ അജ്ഞാനമാകുന്ന ആവരണത്തെ നീക്കം ചെയ്യണം. ആര്? ജന്തുക്കളിൽ നിന്ന്. ആരാ ജന്തു? നമ്മളൊക്കെ തന്നെ. ജനനശീലോ ജന്തു. ജനിക്കുക എന്നുണ്ടെങ്കിൽ മരിക്കുകയും ചെയ്യും. അപ്പൊ ജനിമൃതികളോടൊത്ത ജന്തുക്കളിൽ അജ്ഞാനമാകുന്ന ആവരണം വന്നതുകൊണ്ടാണ് ഇവിടെ ഇതുണ്ടാവുന്നത്. ഈ അജ്ഞാനത്തിന്റെ ഭാവമാണ് ശോകമോഹങ്ങൾ അഥവാ മോഹശോകങ്ങൾ. മോഹം കാരണമാണെങ്കിൽ ശോകം അതിൻ്റെ പരിണത ഫലമാണ്, കാര്യമാണ്. കാര്യകാരണ സംബന്ധം കൊണ്ട് ഇതൊക്കെ അജ്ഞാന കാരണമാണെന്ന് വന്നു. അപ്പൊ ചോദ്യം വരും, ഇവിടെ ഇതിൽ നിന്ന് മുക്തനായവൻ, ഏതിൽ നിന്ന്? അജ്ഞാന നിവൃത്തി നേടിയ ആള്, അയാളെ പറയുന്ന പേരാണ് മുക്ത പുരുഷൻ അഥവാ യോഗി എന്നൊക്കെ വിളിക്കുന്നത്. യോഗി എന്ന് പറയുന്ന യോഗശബ്ദം കൊണ്ട് പലതും പല തലത്തിൽ അത് പറയപ്പെടുന്നുണ്ട്. യുജ് മേളനൗ എന്നാണ് ഒരു യോഗ ശബ്ദത്തിനർത്ഥം. യുജ് മേളനൗ കൂടിച്ചേരുക എന്ന അർത്ഥത്തിലാണ് യോഗ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം എന്നും അർത്ഥമുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ കാര്യാകാര്യ പ്രാപ്തി,
കാര്യവും അകാര്യവും വേർതിരിച്ചറിയാനുള്ള കഴിവിനെയും യോഗം എന്ന ശബ്ദം കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട്. യോഗശാസ്ത്രത്തിൽ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, അധ്യാത്മശാസ്ത്രത്തിൽ യോഗശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന മറ്റൊന്ന്, ഗീതയിൽ വേറൊന്ന്, ഇങ്ങനെയൊക്കെ പലതരത്തിൽ അത് പറയുന്നുണ്ട്. ഗീതയിൽ തന്നെ ഇത് പലതും പറയുന്നുണ്ട്, പല തരത്തിൽ പറയുന്നുണ്ട്. സാങ്ക്യവും ഇതേപോലെ തന്നെ. സാങ്ക്യം എന്ന് പറയുന്നത് സാങ്ക്യകാരന്റെ സാങ്ക്യമതമല്ല, മറിച്ച് ഗീതയിൽ ഉണ്ടാവുന്ന യഥാതഥമായ ജ്ഞാനത്തിനാണ് സാങ്ക്യം എന്ന് പറയുന്നത്. എപ്രകാരമാണോ അപ്രകാരം, അഥവാ ആത്മയാഥാത്മ്യം പറയുന്ന ഉപനിഷത്ത് ആത്മയാഥാത്മ്യം എന്ന് പറയുന്ന അതേ തലമാണ് ഏത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ പറയപ്പെട്ട സാങ്ക്യയോഗം. അവിടെ യോഗം എന്ന് പറയുന്ന സമയത്ത് അവിടെ അനുഷ്ഠാനം എന്നും അർത്ഥമെടുക്കാൻ പറ്റും. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താണെന്ന് വെച്ചാൽ യുജുമേളനവും, കൂടിച്ചേരുക. ഏത് ജീവാത്മ പരമാത്മ ഐക്യത്തിന് പറയുന്ന പേരാണ് യോഗം. ഇവിടെയും എന്താ പറയണത്? കാര്യാകാര്യ പ്രാപ്തി, അതിനും പറയും യോഗമെന്ന്. കാര്യം എന്ത് അകാര്യം എന്തെന്ന് തിരിച്ചറിയുക. അതായത് മോഹഗ്രസ്തനായ ഒരാൾക്ക്, അയാൾ മൂഢനാണ്. മൂഢൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ മൂഢൻ മലയാളത്തിലെ മൂഢനും തമ്മിൽ വ്യത്യാസമുണ്ട്. സംസ്കൃതത്തിലെ മൂഢൻ എന്ന് പറഞ്ഞാൽ അയാൾ മോഹിക്കപ്പെട്ടവനാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ മോഹിക്കപ്പെട്ടവരായിരിക്കും. ഒരു കൂട്ടർ പറയും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഒരു മോഹിച്ചുകൊണ്ടല്ല അവിടെ പോയിരിക്കുന്നില്ല. യഥാ സൃഷ്ടി തഥാ സൃഷ്ടി, എപ്രകാരമാണോ ഒരാൾ വീക്ഷിക്കുന്നത് അതിനനുസൃതമായിട്ട് ഓരോരുത്തരും ഓരോന്നിലും മോഹിച്ചുകൊണ്ടിരിക്കുക. എന്നാലും അവിടെ മോഹം എന്നുള്ളതിനെ ഉത്കൃഷ്ടം എന്ന ഭാവത്തിൽ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് പറയപ്പെട്ടതിൽ ശ്രേഷ്ഠമായതെന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും അത് മൂഢൻ എന്നുള്ള വാക്ക് ശാസ്ത്രദൃഷ്ട്യാ തെറ്റല്ല. ശരിയും തെറ്റും തിരിച്ചറിയാത്തവൻ, കാര്യാകാര്യ വിവേചനം നടത്താൻ കഴിവില്ലാത്തവൻ, അഥവാ ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്നും മനസ്സിലാക്കിയവൻ, അല്ലെങ്കിൽ അറിയാത്തവൻ. ഇനി അങ്ങനെയും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അതായത് വേർതിരിച്ചറിവില്ല. ഇപ്പൊ ആത്മാവ് എന്താണെന്നറിയാം, ബുദ്ധിതലത്തിൽ അറിയാം. എന്നാൽ ആത്മാവ് ഈ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. മറിച്ച് അതിനെ വേർതിരിച്ചറിഞ്ഞിട്ടില്ല. ചെമ്പരത്തിപ്പൂവ് സ്ഫടികത്തിന്റെ പിന്നിൽ വെച്ച ചെമ്പരത്തിപ്പൂവ് പോലെയാണ് അറിയുന്നത്. സ്ഫടികം ചുമപ്പായിട്ട് അതിനെ ആരോപിച്ചിരിക്കുന്നു. പക്ഷെ ചെമ്പരത്തിപ്പൂവിന്റെ ചുമപ്പ് എന്ന കളറ് സ്ഫടികത്തിൽ ആരോപിക്കപ്പെട്ടതുപോലെ ശരീരധർമ്മങ്ങളും ആത്മാവും തമ്മിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന കാലത്തോളം അത് വാസ്തവത്തിൽ എന്താണ്? യോഗമായിട്ടില്ല, കാര്യാകാര്യ വിവേചനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് യോഗശാസ്ത്രത്താൽ യോഗി എന്ന അർത്ഥത്തിൽ മുക്തപുരുഷനെ ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ്? അയാൾ മോഹിക്കപ്പെടുന്നില്ല എന്ന അർത്ഥത്തിലാണ്. യോഗി മോഹിക്കപ്പെടുന്നില്ല. മുക്തപുരുഷൻ പിന്നെ ഒന്നിനാലും എട്ടപ്പെടുന്നവനല്ല. ഈ സംസാരത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അങ്ങനെയുള്ളൊരു മുക്തപുരുഷൻ പറയുകയാണ്, ഇടതടവില്ലാതെ തൈലധാര പോലെ ഇടമുറിയാതെ നൈരന്തര്യേണ എന്നൊക്കെ പറയും. എപ്പോഴെങ്കിലും എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ദേശത്ത് ഏതെങ്കിലും വ്യക്തികളെ കാണുമ്പോൾ അങ്ങനെയല്ല. കാലദേശ വ്യക്തി പരിമിതിയിൽ ഒതുങ്ങാത്ത, മുറിവില്ലാതെ അഖണ്ഡമായിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ, ഏത് സച്ചിദാനന്ദ സ്വരൂപം പുറത്തെന്നല്ല, സച്ചിദാനന്ദ സ്വരൂപോഹം, ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് താൻ. ആ തന്നെ തന്നെ മറ്റെല്ലാറ്റിലും കാണുന്നു. തന്നിൽ നിന്ന് ഭിന്നനായിട്ട് വേറെ ഒന്നിനും കാണുന്നില്ല. അപ്പോ ചോദ്യം വരാം, ഭിന്നനായിട്ട് കാണുന്നില്ലേ? അത് ആത്മാ സർവവ്യാപിയാണെന്ന് പറയുന്നു, ആകാശവത് എന്ന് പറഞ്ഞു. ആകാശം പോലെ സർവവ്യാപിയായ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്തു? ഘടാകാശം, മഠാകാശം, മഹാകാശം എന്ന് പറയുന്നത് പോലെ പരിമിതപ്പെടുത്തി പറയുകയാണ്. ഏതിനെ പരിമിതപ്പെടുത്തിയിട്ട്? പരിമിതപ്പെടുത്താൻ പറ്റാത്ത ഒന്നിനെ മറ്റൊന്നിന്റെ വീക്ഷണകോണിലൂടെ നമ്മൾ നോക്കി കാണുന്നു. അപ്പൊ ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ നിന്നിൽ എന്നും എന്നിലെന്നും കാണുന്നു. അങ്ങനെ പലതിൽ പലതായി കാണുന്നു. പ്രതി ശരീരം ഭിന്നനായി ആത്മാവിനെ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ വ്യാവഹാരികതയിൽ അപ്രകാരം കാണുന്നുണ്ടെങ്കിലും പാരമാർത്ഥികമായി അയാൾ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപോഹം. അതുകൊണ്ട് അയാൾക്ക് ആരോടും
വിദ്വേഷമില്ല. കാരണം അയാൾ രണ്ടിനെ കാണുന്നില്ല. രണ്ടിനെ കണ്ടാലേ എന്തുണ്ടാവുന്നുള്ളൂ? ഭയം ഉണ്ടാവുന്നുള്ളൂ. രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ഭയക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അയാൾ ആരാണ്? ഭയരാഹിത്യത്തിലാണ്, ഭയം ഇല്ലാത്ത ആളാണ് അയാൾ. പിന്നെ ആരെ എന്തിനെ എങ്ങനെ കാമിക്കും? കാരണം തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുണ്ടാവണ്ടേ. തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുണ്ടെങ്കിലല്ലേ. പിന്നെ മറ്റൊന്ന്, അവിടെ പൂർണ്ണോഹം എന്ന ഭാവമാണുള്ളത്. താൻ പൂർണ്ണനാണ്. പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. രണ്ട് അപൂർണം സംഭവ്യമല്ല. രണ്ട് അപൂർണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പൂർണ്ണമല്ലാതാവണം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുക്കാൻ സാധ്യമല്ല. കാരണം അപ്പോൾ ഒന്ന് പൂർണ്ണവും മറ്റൊന്ന് അംശവുമാവും. അതും സ്വീകാര്യമല്ല. അപ്പൊ അവിടെ പൂർണ്ണം എന്നുള്ളതും അപൂർണം എന്നുള്ളതും ഒക്കെ പറയുന്നത് എന്താണ്? എന്താ അടിസ്ഥാനത്തിൽ? ആപേക്ഷികമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഒരു വീക്ഷണകോണാണെന്ന് മനസ്സിലാക്കണം. പൂർണ്ണം എന്ന് പറയുമ്പോൾ തന്നെ ആ പറയുന്ന ആള് ഏതാണ്? അതിൽ നിന്ന് വേറെ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ടും അത് പൂർണ്ണനല്ല. പക്ഷെ വ്യവഹാരത്തിൽ ഇങ്ങനെയല്ലാതെ പറയാൻ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട്, വാക്കിന്റെ പരിമിതി കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതേപോലെ തന്നെ ഒരു മുക്ത പുരുഷൻ എങ്ങനെ ജീവിച്ചാലും അയാൾ പാരമാർത്ഥിക തലത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വ്യവഹാരത്തിലുള്ള ബാധ അയാളെ ചെയ്യുന്നില്ല എന്ന് അർത്ഥം. പരമാർത്ഥത്തിൽ അറിയാത്ത ഒരാള് വ്യവഹാരത്തിലെ ബാധ മുഴുവൻ അയാളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു തലം. അതിനോണ്ട് പറയുകയാണ്, ആത്മാവിനെ എല്ലാമായിട്ടും ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടു തന്നെ ഇരിക്കുന്നു. എപ്പോഴും കാണുന്നത് ആത്മാവിനെ തന്നെ, വേറൊന്നിനെ കാണുന്നില്ല. ഒന്ന് വേറെയായിട്ട് കാണണ്ടേ? യഥാർത്ഥ ജ്ഞാനമാണത്. സംശയം, വിപരീത ജ്ഞാനം മുതലായ ദോഷങ്ങളില്ലാത്ത പരിപൂർണ ജ്ഞാനം ആണ് സമ്യക് ജ്ഞാനം അഥവാ യഥാർത്ഥ ജ്ഞാനം. ജ്ഞാനദൃഷ്ടി കൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല ഒരു ജ്ഞാനി ചെയ്യുന്നത്. നേരെ മറിച്ച് ജ്ഞാനദൃഷ്ടി കൊണ്ട് ആത്മാവല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഭരണം കാണുമ്പോഴും അതിന് സ്വർണ്ണ ദൃഷ്ടിയാണുള്ളത്. ഇവിടെ ഒരു ജ്ഞാനി പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. വ്യവഹാര ദൃഷ്ട്യ ഉള്ളതായി തോന്നുന്നതിന്റെ ഉണ്മ, അസ്തിത്വം ഏതാണ്? പരമാർത്ഥ വസ്തുവിന്റെ അസ്തിത്വം തന്നെയാണ്. ആഭരണത്തിന്റെ ഉണ്മ സ്വർണത്തിന്റെ ഉണ്മയാണ്, അല്ലാതെ ആഭരണത്തിന് സ്വതന്ത്രമായി ഒരു ഉണ്മ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഞാനെന്നും നീയെന്നും വ്യവഹരിക്കുന്നതിന്റെ ഉണ്മ വേറെ ഇല്ല എന്ന് അറിയുന്നു. കേവലം മനുഷ്യനെ അല്ല, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അഥവാ പിപീലിക വരെ പറഞ്ഞാലും അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പറഞ്ഞാലും അതെല്ലാം എന്താണ്? അന്യമായി മറ്റൊന്നില്ല. വ്യവഹാര ദൃഷ്ടിയാൽ കാണുമ്പോഴും അയാൾ കാണുന്നത് എതിനെയാണ്? പരമാർത്ഥത്തെയാണ്. എന്നിട്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കുന്നു. ഓട് വിളക്കായി, വിളക്കെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ എണ്ണയൊഴിച്ച് കത്തിക്കാൻ വയ്യ. വിളക്കിന്റെ വ്യവഹാരവും ഒരു കിണ്ടിയുടെ വ്യവഹാരവും രണ്ടും രണ്ടാണ്. രണ്ടിന്റെ വ്യവഹാരം രണ്ടാണെങ്കിലും അത് ഓടല്ലാതെ മറ്റൊന്നും അല്ല എന്ന് ആരറിയുന്നു? ഇതുപോലെ ഈ ആൾ, ഈ മുക്തപുരുഷൻ ലോകത്തെ എങ്ങനെ ജീവിക്കും? എല്ലാ പരമാർത്ഥ ദർശനം ആയുമ്പോ പിന്നെ അയാൾ എങ്ങനെ ജീവിക്കും? അയാൾ ജീവിക്കാതിരിക്കില്ലയോ? അപ്പോഴാണ് പറയുന്നത് അയാള് എല്ലാറ്റിലും, ഇപ്പൊ പട്ടിയെയും വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പിന്നെയോ പശുവിലും പട്ടിയിലും പട്ടിയിറച്ചി പാകം ചെയ്ത് ഭക്ഷിക്കുന്നവനിലും ആത്മവിഷയാജ്ഞാനി പണ്ഡിതൻ, പണ്ടുള്ളവൻ പണ്ഡിതൻ, ആത്മവിഷയത്തിൽ ആത്മാവിനെ കുറിച്ച് അറിയുന്ന ആള് സർവത്ര സർവഭാവന ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും ഒരുപോലെ കാണുന്നു എന്നല്ല. ഒരുപോലെ കണ്ടാൽ എന്താവും? പട്ടിയെയും കൊണ്ടുവന്ന് അല്ലേ, ഏതെങ്കിലും കടിക്കാൻ വന്ന പട്ടീനെ നമ്മളെന്ത് ചെയ്യും? കൈ കൂപ്പി ഒഴുകും. ഇതിന്റെ കഥകൾ അനേകമുണ്ട്. ആനപ്പുറത്ത് വരുന്ന നാരായണനെ തുതിച്ചു, എന്തായി? ഇങ്ങനെയൊക്കെ. അപ്പൊ പഠിപ്പിച്ചോർത്തയിലുള്ള കുഴപ്പമല്ലേ എന്നാ ശിഷ്യൻ ചോദിക്കുന്നത്.
അല്ല. എന്നെന്താ? വ്യവഹാരത്തിൽ ഉപാധിഗതമായ വ്യത്യാസങ്ങൾ ഉണ്ട്. ചൈതന്യം ഏകമാണെങ്കിലും ജീവന്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. ജീവന്റെ പ്രകടീകരണത്തിൽ പട്ടിയിലും പൂച്ചയിലും മനുഷ്യനിലും സസ്യങ്ങളിലും ഉള്ള ജീവന്റെ പ്രകടീകരണം വ്യത്യാസമുണ്ട്. എന്നാൽ ചൈതന്യം ഏവ ചൈതന്യം, ചൈതന്യമല്ലാതെ മറ്റൊന്നില്ല. പട്ടിയിലും പൂച്ചയിലും കുറുക്കനിലും ഉറുമ്പിലും എല്ലാറ്റിലും ചൈതന്യം ഏകമാണ്, സദ്ഭാവം ഏകമാണ്. ചിത്ഭാവത്തിനും ആനന്ദഭാവത്തിലും പ്രകടമാവുന്ന തലത്തിൽ മനുഷ്യനിലും പട്ടിയിലും മരത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ സത്ത് ഉള്ളത് കൊണ്ടാണത് ചിത്തായത്, സത്ത് ഉള്ളത് കൊണ്ടാണത് ചിത്തായത്, ചിത്തായത് കൊണ്ടാണത് ആനന്ദമുള്ളത്. അപ്പോൾ ചിത്തിനും ആനന്ദത്തിനും കാരണമായ സത്ത് എല്ലാറ്റിലും സമമാണ് എന്ന് ആര് ദർശിക്കുന്നുവോ അയാൾ മുക്തപുരുഷൻ. സത്തില്ലാതെ എങ്ങനെ ചിത്തുണ്ടാവും? സത്തും ചിത്തുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആനന്ദം ഉണ്ടാവും? എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഇത് മൂന്നും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുമെന്നുള്ളത് കൊണ്ട് സച്ചിദാനന്ദ സ്വരൂപോഹം, സത്ത് ഉള്ളത് കൊണ്ടാണ്, അതിനെ സത്തിനെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ടാണ് ചിത്തായത്. ചിത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നത്, അത് വളർച്ച. ഒരു സത്യം എന്നുള്ളത് അതിൽ സത്തായിട്ടുണ്ട്, ജഡമായ വസ്തുവിൽ സത്ത് മാത്രം. അതിനെ സംഘടിപ്പിച്ചതിനെ വിഘടിപ്പിച്ചാൽ അതെന്തായി? സത്ത്. സത്തിനെ പുറത്തു കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നാൽ ആ സത്ത് ഒരു വളരുന്ന മരത്തിലോ അത് ചിത്തുണ്ട്. അല്ലെങ്കിൽ ഒരു പശുവിന്റെ കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു പട്ടിയുടെ കുട്ടിയിൽ എന്തുണ്ട്? പട്ടിക്കുട്ടി ഇല്ലേ? അപ്പൊ അതിനൊക്കെ എന്തുണ്ട്? സത്തും ചിത്തുണ്ട് അല്ലേ? അതിനെ സത്തിനെ പ്രകാശിപ്പിക്കുന്നുണ്ടല്ലേ അത് നടക്കുന്നത്, ഇരിക്കുന്നത്, ഓടുന്നത്, കരയുന്നത് അല്ലേ? എന്നിട്ട് സത്തിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ആനന്ദം എന്നുള്ളതും സത്തിന്റെ ഭാവമാണ്, അല്ലെങ്കിൽ ആനന്ദ സ്വരൂപനാണ്. ഉപാധിഗതമായിട്ടാണ് അതിന് വ്യത്യസ്ത ഭാവങ്ങൾ വന്നത്. സത്തിന്റെ ശരിയായ ഭാവം ഏതാണ്? ആനന്ദ സ്വരൂപമാണ്. എങ്കിൽ അത് മനുഷ്യനിലും കാണുന്നുണ്ട്. അപ്പൊ മനുഷ്യനിൽ ഏതൊക്കെ കാണാം? സത്തുണ്ട്, ചിത്തുണ്ട്, ആനന്ദമുണ്ട്. ഇതിലുണ്ട് എന്നുള്ളത് ആരുടെ ഭാവമാണ്? സത്തിന്റെ ഭാവമാണ്. സത്തുള്ളത് കൊണ്ടാണ് ചിത്തും ആനന്ദവും ഉള്ളത്. അപ്പൊ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആരാധ്യനായത് ആരായിരിക്കണം? പ്രകടമായ ഈശ്വരൻ ആരായിരിക്കണം? മൃഗങ്ങളല്ല, മരമല്ല, ഏതാ? അതിലൊക്കെ ദർശിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അതിലൊക്കെ ദർശിക്കാൻ കഴിയുന്ന ഒരു മുക്തപുരുഷനെ സംബന്ധിച്ച് ഇത് മരമാണെന്നോ, ഇത് ജഡമാണെന്നോ, ഇത് ജീവനുള്ളവയാണെന്നോ, ഇത് ജീവനില്ലാത്തവയാണെന്നോ, ഇത് മനുഷ്യനാണെന്നോ വ്യത്യാസമില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് ആദ്യം ഇത് വേണം, മനുഷ്യനിലെങ്കിലും. അതുകൊണ്ടാണ് മനുഷ്യരൂപത്തിൽ പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നത്. മനുഷ്യന് മനസ്സിലാക്കാൻ നല്ലത് മനുഷ്യരൂപത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട്. അതും മനസ്സിലാക്കാത്തവനെ സംബന്ധിച്ചാണ് ഇവിടെ ഉപദേശിക്കുന്നത്. മനുഷ്യത്വം എന്നുള്ളതില്ലാത്തതാർക്കാ? മനുഷ്യനിൽ പോലും ചൈതന്യത്തെ, സഹജീവികളിൽ പോലും ഈശ്വരാംശത്തെ, അംശം എന്ന് പറയുന്നത് വാക്പരിമിതി വെച്ചിട്ടാണ്, പൂർണ്ണമാണുള്ളത്. എന്നാലും അങ്ങനെയൊക്കെ പറയുന്നില്ലേ? ആ ഈശ്വരഭാവത്തെ കാണാൻ കഴിയാത്ത ഒരാളെ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ തേടി അയാൾ അലയുന്നു, പലതിലേക്ക് പോകുന്നു. പക്ഷെ എന്തുണ്ട്? അയാൾ അതിനെ നിന്ദിക്കുന്നു, ഈശ്വര സ്വരൂപനെ നിന്ദിക്കുന്നു. ഇത് ശാസ്ത്രത്തിന്റെ കുഴപ്പമാണോ? അല്ല. ശാസ്ത്രം അന്നും ഇന്നും മാറ്റി പറഞ്ഞിട്ടില്ല. സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ് എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാവാത്ത മനുഷ്യൻ, സച്ചിദാനന്ദ സ്വരൂപോഹമായിരിക്കുന്ന ആ മനുഷ്യനെ മനസ്സിലാക്കാതെ, പ്രകടമായിരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കാതെ, നരനിൽ നാരായണനെ കാണാതെ എന്ത് ചെയ്യുന്നു? കല്ലിൽ കാണാൻ പോകുന്നു. ഇത് തെറ്റല്ല. പക്ഷേ എന്ത്? അത് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാവണം? ഇതിനു വേണ്ടിയിട്ടാവണം. ഇതിൽ കാണുന്നില്ല എന്നും അതിൽ തന്നെ ഉള്ളതിനെ നിന്ദിക്കുകയും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ മാത്രം പറഞ്ഞതല്ല അല്ലേ? നമ്മൾ പറഞ്ഞതാ? അല്ല. എല്ലാവരും പറയുന്നതിന് ഏത് മഹാത്മാവ് ഇത് പറയാതെ പോയിട്ടുണ്ടോ? വിവേകാനന്ദ സ്വാമികളെ നമുക്ക് എടുത്ത് പറയാം അല്ലെ? ഏതെങ്കിലും ഒരു മഹാത്മാവ് ഇത് പറയാതെ പോയിട്ടുണ്ടോ? ജീവനിൽ ശിവസേവയെ കുറിച്ച് പറയാത്ത ഏതെങ്കിലും ഒരു മഹാത്മാവ് കടന്നു പോയിട്ടുണ്ടോ? ഇല്ല എന്നാ പറയാൻ. പക്ഷെ എങ്ങനെയൊക്കെയാ നമ്മൾ എന്ത് ചെയ്തു? അത് മാത്രം കാണാതെ മറ്റു പലതിലും കാണുന്നു.
അത് കാണാൻ വേണ്ടി എന്തിനു വേണ്ടി കണ്ണാടി വെച്ചുവോ? തന്റെ മുഖം കാണാൻ വേണ്ടി വെച്ച കണ്ണാടി എന്ത് ചെയ്തു? തന്റെ മുഖം കാണാതെ കണ്ണാടിയെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണാടി കാണുമ്പോളവും തന്നെ രൂപമേറ്റം നന്നെന്ന് നിരൂപിച്ചു എത്രയും വിരൂപന്മാർ. തന്നെ കാണുന്നില്ല, തന്നെ കാണാൻ വേണ്ടിയാണത് വെച്ചത്. അങ്ങനെ അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തോടു കൂടിയ യോഗി പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാവുന്നത് പ്രകൃഷേണ പഞ്ചത്വം യഥാ തഥാ പ്രപഞ്ചം. പ്രകൃഷേണ പഞ്ചത്വം യാതൊന്നിനുണ്ടോ അതാണ് പ്രപഞ്ചം. അങ്ങനെ ചിന്തിച്ചാലും നമ്മൾ തമ്മിൽ ആരും ഒരു വ്യത്യാസവും ഇല്ല. ജീവന്റെ പ്രകടീകരണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ 5 ഭൂതങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയത് ഏത്? ഓരോ 5 എണ്ണം ഉള്ളത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ 5 എണ്ണം കൊണ്ട് കൂട്ടിച്ചേർത്ത് ചേരുംപടി ചേർത്തുണ്ടാക്കിയതാണ് ഓരോന്നും. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം 5 എണ്ണം കൊണ്ടുണ്ടാക്കപ്പെട്ടവയാണ്. ഇത് സംഘടിപ്പിച്ചത് 5 വസ്തുക്കൾ കൂട്ടിയിട്ടാണ്. അതിനെ വിഘടിപ്പിച്ചാൽ എന്തായി തീരും? ഇത് 5 ആയി തീരും. ഈ അർത്ഥത്തിലും ഇത് വേറെ ഒന്നിനെ കാണാനില്ല. ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ആര്? ജ്ഞാനി. എന്ത് ദൃഷ്ടി കൊണ്ടത് കാണാതെ? അതിന് ഏത് കണ്ണടയാ വേണ്ടത്? അതിന് കണ്ണടയാ വേണ്ടത്? ജ്ഞാനദൃഷ്ടി കൊണ്ട്. അതാണ് ഉത്തരം. എന്താണ്? ജ്ഞാനദൃഷ്ടി കൊണ്ട്. ആ ദൃഷ്ടി എവിടുന്ന് കിട്ടും? ആ കണ്ണട എവിടെയാ വിൽക്കുന്നത്? ജ്ഞാനികളിൽ നിന്ന്. ജ്ഞാനദൃഷ്ടി അല്ലേ? ജ്ഞാനദൃഷ്ടി എവിടുന്ന് കിട്ടും? ജ്ഞാനികളിൽ നിന്ന് കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നവരെ കോണും. പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? പ്രപഞ്ചത്തിലെ സത്യം ഉണ്മയുടെ സത്യം തന്നെയാണ്. ആഭരണത്തിന്റെ ഉണ്മയും ഏതിലെയാ? സ്വർണത്തിന്റെ ഉണ്മ തന്നെയാണ്. അല്ലാതെ ആഭരണം ഇല്ല എന്ന് പറയരുത്. നിത്യ എന്നുള്ള പദം ഇല്ലാത്തത് എന്നല്ല, വ്യാവഹാരിക ദൃഷ്ടിയ ഉള്ളതും പാരമാർത്ഥിക ദൃഷ്ടിയ ഇല്ലാത്തതും യാതൊന്നാണോ അതാകുന്നു മിഥ്യ. വിചാരം ചെയ്യുന്ന ദശയിൽ ഇല്ലാതാകുന്നു. ഏത്? ഈ കാണുന്ന രൂപത്തിലല്ല, പിന്നെന്താ? ഇതിന്റെ യഥാതഥമായ ഭാവം സ്വർണത്തിൽ നിന്ന് അന്യമല്ല. ആത്മഭിന്നമായി പ്രപഞ്ചമില്ല എന്ന ദൃഷ്ടാന്ത സഹിതം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മൈവേദം ജഗൽ സർവം ആത്മനോന്യന്ന കിഞ്ചന മൃദോയദ്ഗടാദീനി സ്വാത്മാനം സർവമീക്ഷതേ. യാതൊരു പ്രകാരം കുടം മുതലായവ മണ്ണിൽ നിന്ന് ഭിന്നങ്ങളല്ലയോ? ദൃഷ്ടാന്തം കൊണ്ട് സൂചിപ്പിക്കുകയാണ്. എങ്ങനെ? യാതൊരു പ്രകാരം കുടം മുതലായവ മണ്ണിൽ നിന്ന് ഭിന്നങ്ങളല്ലയോ, അതേ പ്രകാരം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ആത്മാവ് തന്നെ. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ജ്ഞാനി എല്ലാം തൻ്റെ ആത്മാവായിട്ട് കാണുന്നു. തൻ്റെ ആത്മാവ്. പ്രയോഗം ശരിയാണോ? വാക്പരിമിതി വെച്ച് പറയുന്നതാണ്. താൻ തന്നെയാണ് ആത്മാ. ആ താൻ തന്നെയാണ് ആത്മാ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുണ്ടോ? ഇല്ല. പക്ഷെ മറ്റുള്ളത് ഉണ്ട് എന്നുള്ളത് കാണുന്ന ആളോട് പറയാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. തന്നെ തന്നെ എല്ലാറ്റിലും കാണുന്നു എന്ന് പറയുന്നതിന് പറഞ്ഞതാ തൻ്റെ ആത്മാവിനെ തന്നെ. അല്ല, തന്നെ തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ശരീരം തന്നെ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ കാണുന്നു എന്ന് ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. താൻ ആത്മാ എന്ന് നമ്മൾ പഠിച്ചു. എനിക്കൊരാത്മാവുണ്ട് എന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവരെ കാണുന്നവരോട് പറയുകയാണ് താൻ തന്നെ ആത്മാവാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഇവിടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അത് ധരിക്കാത്ത ഒരാൾക്ക് ഒരു ജ്ഞാനദൃഷ്ടി കൈവരാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയോട് പഠിപ്പിക്കുന്ന സമയത്ത് ആചാര്യൻ ഉപയോഗിക്കുന്ന വാക്യമാണേത്? അയാൾ തൻ്റെ ആത്മാവിനെ മറ്റെല്ലാറ്റിനും കാണുന്നു. അവിടെ തൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞത് താൻ ആത്മാവിൽ നിന്ന് ഭിന്നമാണ് എന്ന് തോന്നുന്ന അജ്ഞാനിയെ സംബന്ധിച്ചാണ്. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ എന്ന് രാമായണം. ആത്മാവ് അല്ലാതെയുള്ള ദേഹം തുടങ്ങിയ വസ്തുക്കളിൽ ആത്മാവാണെന്നുള്ള ബോധമാണ് 3 ലോകത്തിലും നമ്മെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത്. ഭൂത ഭാവി വർത്തമാന കാലങ്ങളിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ
ഒക്കെ നമ്മളെ ബന്ധിച്ച് നിലനിർത്തിയിരിക്കുന്നത് ഏതാണ്? ഈ ആത്മാവല്ല, ശരീരം ആത്മാവാണെന്നുള്ള തോന്നലാണ്. ശരീരം തുടങ്ങിയവ എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി എന്താവാം? അന്ധകരണവുമാവാം, മനസ്സാവാം, ബുദ്ധിയാവാം, ഇതൊക്കെ ആവാം, അഥവാ ജീവനുമാകാം. ഈ മൂന്ന് ആത്മാവിനെ കുറിച്ചും അപഗ്രഥിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആത്മോപനിഷത്തിൽ. അവിടെ ഈ സ്ഥൂല ശരീരം തന്നെ ആത്മാവ് എന്ന് ധരിക്കുന്ന തലത്തിൽ ഈ ശരീരത്തിനുണ്ടാവുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തീർക്കാൻ വേണ്ടി കുപ്പിയും കയറും തേടുന്നവരുണ്ട്. അവരുടെ ദൃഷ്ടിയാൽ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട്? അവർ ഈ ശരീരം തന്നെയാണ് ആത്മാ എന്ന് ധരിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് വരുന്ന മാനാപമാനങ്ങളോ നിന്ദാസ്തുതികളോ അവരെ സംബന്ധിച്ച് എന്താണ്? ആത്മഹത്യക്ക് കാരണമാകുന്നു. എന്നാണ്ട് ഇല്ലാതാക്കി കളയാം, എന്റെ പൊല്ലാപ്പ് തീരുമല്ലോ. പക്ഷെ ഇതല്ല താൻ എന്ന് മനസ്സിലാക്കുന്ന ഒരാള് എന്ത് ചെയ്യുന്നു? ഈ വൃഥാ പണിയില്ലേ, ആ പണിക്ക് മെനക്കെടില്ലല്ലോ, പോയിട്ട് കാര്യമില്ലല്ലോ, സ്ഥൂലദേഹത്തിന്റെ നാശം കൊണ്ട് ഞാൻ ഇല്ലാതാവില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ നിന്ദയും സ്തുതി, എന്നോടുള്ള നിന്ദയും സ്തുതിയും അല്ലെങ്കിൽ മാനാപമാനങ്ങളും ചൂടും തണുപ്പും ഒന്നും ഈ സ്ഥൂല ശരീരത്തെ അല്ലല്ലോ ബാധിക്കുന്നത്, അതിലൊരു സൂക്ഷ്മ ശരീരം ഉള്ളത് കൊണ്ടല്ലേ. സൂക്ഷ്മ ശരീരമാണ് ഞാൻ എന്ന് ധരിക്കുന്ന തലത്തിൽ അവിടെ വരുന്ന അന്ധക്കരണ ധർമ്മങ്ങൾ, സുഖം ദുഃഖം തുടങ്ങിയ അന്ധക്കരണ ധർമ്മങ്ങൾ തൻ്റെ ധർമ്മങ്ങളായി ചിന്തിച്ച് വശകനായതുകൊണ്ട് ഞാൻ സുഖിയായും ദുഃഖിയായും സുഖത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും അന്വേഷിച്ച് നടക്കുന്നു. ക്രമേണ ഈ തലം പഠിക്കുന്ന ഒരാൾക്ക് അയാൾ അന്വേഷണവും നിർത്തി. പിന്നെന്താ? സ്ഥൂലോ അല്ല, സൂക്ഷ്മോ അല്ല, കാരണവും അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആത്മാവിനെ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോ ഓട്ടമൊക്കെ നിന്നു. എങ്ങോട്ടാ ഓടാനുള്ളത്? പുണ്യമില്ല, പാപമില്ല, നേടാനുമില്ല, തേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല, ലാഭമില്ല, അലാഭമില്ല, ഒന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ഒന്നും ചെയ്യാനില്ല. ആ ഒന്നും ചെയ്യാത്ത തരത്തിൽ, ഒന്നും ചെയ്യാനില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്താ? അയാള് അതും ചെയ്യുന്നില്ല, ഇല്ലാതാക്കാനും കൊതിക്കണില്ല, ഒട്ടുണ്ടാക്കാനും കൊതിക്കണില്ല, മരിക്കാനും കൊതിക്കുന്നില്ല, ഒട്ട് ജീവിക്കാനും കൊതിക്കുന്നില്ല. അല്ലാത്തവരും മരിക്കാൻ എന്തായാലും കൊതിക്കണ്ട, ജീവിക്കാൻ എന്തായാലും കൊതിക്കണം, ആഗ്രഹിക്കണം. ആഗ്രഹങ്ങളെ ഒരു സംസ്കരണ പ്രക്രിയയിലൂടെ കടത്തിവിടേണ്ടതുണ്ട്. അതിന്റെ പേരാണ് ധർമ്മം. ധാർമ്മികമായ ആചരണങ്ങളിലൂടെ ഈ ആത്മയാഥാത്മ്യത്തെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അന്ധകരണത്തിന് വെളിവ് വേണം, ശുദ്ധി വേണം. അന്ധകരണത്തിന് ശുദ്ധി ആഗ്രഹിക്കുന്നവര് ധർമ്മം എന്നുള്ള ശാസ്ത്രീയമായ ആചരണങ്ങളെ ചെയ്ത് ആസ്വദിക്കാൻ പഠിക്കണം. ആസ്വാദനാണ് അവിടെ ഉള്ളത്. ശാസ്ത്രീയമായ ആചരണങ്ങളൊക്കെ ആസ്വാദന ശേഷി കഴിയുള്ളൂ. ഇല്ലാത്ത ഒരാള് ആസ്വദിക്കുന്നില്ല. ഇവിടെ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ സ്ഥൂല ശരീരത്തെ തടിപ്പിക്കാനും സ്ഥൂല ശരീരത്തിലെ നിന്ദാസ്തുതികളെ മാനിക്കുമ്പോഴും അയാൾ ഇവിടെ ഉള്ളതിനെ ചിന്തിക്കുന്നില്ല, ഉള്ളതിനെ ചിന്തിക്കുന്നില്ല. പിന്നെന്താ? പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ പോവാ. നാളെ എന്താവും? നാളെ എന്നെ ആരെങ്കിലും അപമാനിച്ചാലോ, അന്ന് തന്നെ ഞാൻ തൂങ്ങിക്കളയാം. ഇന്നലെ ഞാൻ ആരായിരുന്നു? ഇന്നലെ ഞാൻ അങ്ങനെ വേണ്ടിയിരുന്നില്ല കേട്ടോ, ഇന്നലെ ഞാൻ ചെയ്തതൊക്കെ തെറ്റായില്ലേ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇനി അത് എന്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഭൂത ഭാവി വർത്തമാനങ്ങളാകുന്ന ആ 3 ഭുവനങ്ങളിൽ കിടന്ന് കളിക്കുന്നു. എന്നിട്ട് എന്നും അയാൾക്ക് എന്താ? ടെൻഷനും വേവലാതിയും. ടെൻഷൻ ഇല്ലാത്തവരില്ല. എന്താ? ഭാവിയെ കുറിച്ച് വ്യാകുലര്. നാളെ എന്താവും? പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും എന്ന് നിരൂപിച്ച് തിൽപുരുഷൻ ഗതി ഏതും അറിയാതെ, ഇപ്പോ രാത്രിയാണ്, നാളെ പകലുണ്ടാവുമല്ലോ, ഇപ്പൊ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, ടെൻഷനൊക്കെ ഉണ്ട്, നാളെ ഇത് മാറും. അപ്പോഴും മാറുന്നില്ല. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? കുറച്ച് കഴിഞ്ഞാൽ മാറും. അപ്പോഴും മാറുന്നില്ല. അപ്പോഴെന്താ? മാറണമെന്നുണ്ടെങ്കിൽ എവിടുന്നാ? ഇത് പുറമെന്ന് കിട്ടുന്നതല്ല. അങ്ങനെ പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും എന്ന് വിചാരിച്ച് അപ്പോഴും ചിത്പുരുഷനിലേക്ക് വരുന്നില്ല. ചിത് പുരുഷൻ ആരറിയില്ലേ? സത്ചിത്, സത്തുള്ളത് കൊണ്ടാ ചിത് പുരുഷൻ ഉണ്ടായത്. താൻ ആരാണെന്ന് അറിയാതെ, അതാണ് ചിത് പുരുഷൻ.
താൻ ആരാണെന്ന് യഥാതഥമായി അറിയാതെ അയാൾ എന്ത് ചെയ്യുന്നു? ഈ ദേഹതാതാത്മ്യത്തിൽ ബദ്ധരായിക്കൊണ്ട് അതിൻ്റെ സുഖദുഃഖാദികളിൽ കഴിഞ്ഞ് വട്ടം കറങ്ങുന്നുവല്ലോ. ഇതറിഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെതായ ആത്മധർമ്മങ്ങൾ ശരീരത്തിലും ശരീരധർമ്മങ്ങൾ ആത്മാവിലും ആരോപിക്കാത്തത് കൊണ്ട് അയാൾ ആരാണ്? മുക്തനാണ്. ഏതിൽ നിന്ന്? എല്ലാറ്റിൽ നിന്നും. എല്ലാറ്റിൽ നിന്നും. സ്ഥൂലാഭിമാനത്തിൽ നിന്നല്ല, സൂക്ഷ്മാഭിമാനത്തിൽ നിന്നല്ല, കാരണാഭിമാനത്തിൽ നിന്നും, എല്ലാ അഭിമാനങ്ങളിൽ നിന്നും അയാൾ മുക്തനാണ്. ഞാൻ സ്ഥൂലമല്ല സൂക്ഷ്മമല്ല. സ്ഥൂല സൂക്ഷ്മം ഉണ്ടെങ്കിലേ കാരണമുള്ളൂ. സ്ഥൂല സൂക്ഷ്മം അല്ലെങ്കിൽ പിന്നെ എന്ത് കാരണമുള്ളത്? കാരണം ഉണ്ടാകൽ കാര്യമല്ലേ? കാര്യകാരണ സംബന്ധമില്ലേ? കാര്യമില്ലെങ്കിൽ പിന്നെ കാരണം വേർതിരിച്ച് പറയേണ്ടതുണ്ടോ? ജഗത്തുണ്ടെങ്കിലല്ലേ ഈശ്വരനെ പറയേണ്ടത്. അതുകൊണ്ട് ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല, എല്ലാം തന്റെ ആത്മാവായിട്ട് കാണുന്നു എന്ന് പറയും. ആത്മാവ് വേദാന്ത സിദ്ധാന്ത പ്രകാരം കാരണത്തിൽ നിന്ന് കാര്യം ഭിന്നമല്ല. സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ യഥാർത്ഥത്തിൽ സ്വർണം തന്നെയാണ് എന്ന പോലെ കാര്യം എന്നത് കേവലം സങ്കല്പം മാത്രം. കാര്യമില്ല, സങ്കല്പമല്ലേ? സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടായി എന്നുള്ളത് സങ്കല്പമല്ലേ? സാങ്കല്പികമായ ലോകത്ത് സങ്കല്പത്തിന് ശക്തി ഇല്ലേ? സാങ്കല്പികമായ ലോകത്ത് സങ്കല്പത്തിന് ശക്തിയുണ്ട്. റിസർവ് ബാങ്ക് അടിച്ച നോട്ട് അത് കടലാസ് തന്നെയാണ്. പക്ഷെ അതിനൊരു മൂല്യം കൽപ്പിച്ചതാണ്. കൽപ്പിച്ച മൂല്യം ഞാൻ അംഗീകരിക്കില്ല എന്നാണ് കീറിയിട്ടാലോ? അപ്പൊ കൽപ്പിച്ച മൂല്യത്തിന് കാൽപ്പനികമായ പ്രപഞ്ചത്തിൽ അതിൻ്റെതായ വിലയുണ്ട്. വെള്ളത്തിൽ നിന്ന് അന്യമായി നുരയും തിരയും പതയും ഇല്ലെങ്കിലും നുരയ്ക്കും തിരയ്ക്കും പതയ്ക്കും അതിൻ്റെതായ ഭിന്നമായ ശക്തി അതാത് പ്രകടന ഭാവങ്ങളിലുണ്ട്. പക്ഷെ വെള്ളത്തിൽ നിന്ന് അന്യമായില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ സ്വർണത്തിന്റെ ആഭരണങ്ങൾക്ക് ആഭരണത്തിൻ്റെതായ വ്യാവഹാരിക തലങ്ങളുണ്ട്. ആണിനും പെണ്ണിനും വലിയവനും ചെറിയവനും ഉദ്യോഗസ്ഥനും ഒക്കെ അതിൻ്റെതായ വ്യാവഹാരിക തലങ്ങളുണ്ടെങ്കിലും പാരമാർത്ഥിക തലത്തിൽ അയാൾ ആരാണ്? നമ്മളൊക്കെ ഒന്ന്. എല്ലാം ബ്രഹ്മമാണ് എന്ന അനുഭവബലം കൊണ്ട് അറിയുന്ന യോഗി നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തിന്റെ പരിമിതികൾക്ക് അതീതനാണ്. അപ്പൊ എന്താണ് ജ്ഞാനിയുടെ പ്രത്യേകത? അയാൾ ഈ നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തിന്റെ പരിമിതികൾക്ക് അതീതനാണ്. നാമരൂപാത്മകമായതാണ് ഈ പ്രപഞ്ചം. ഊടും പാവും പോലെ, വസ്ത്രം എന്ന് പറയുന്നത് പോലെ നാമവും രൂപവും മാറ്റിക്കഴിഞ്ഞാൽ വസ്തു ഏകം. രൂപമുണ്ടെങ്കിൽ അതിന് നാമമുണ്ട്. രൂപനാമങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു, വേർതിരിക്കാനാവാത്ത വിധത്തിൽ. രൂപത്തിൽ നിന്ന് നാമത്തെ വേർതിരിക്കാൻ കഴിയില്ല. രൂപനാമങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ആനാന്ന് പറയുമ്പോഴേക്ക് തന്നെ എന്തായി? ആനയുടെ ആകാരം പ്രാപിച്ചു കഴിഞ്ഞു അന്ധകരണം. അതിനെ വെളിച്ചടിച്ച് കഴിഞ്ഞു. കാരണം മുമ്പ് ആനേനെ പിടിച്ച അകത്ത് ആക്കിയിട്ടുണ്ട്. പുറത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ രൂപനാമങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ഈ കെട്ടുപിണഞ്ഞു കിടക്കുന്ന രൂപനാമങ്ങളെ മാറ്റാൻ കഴിഞ്ഞാൽ എന്തായി? എല്ലാം ബ്രഹ്മമാണ്. വേറൊരാളെ കാണുമ്പോഴും രൂപനാമങ്ങളുണ്ട്. രൂപനാമങ്ങൾ കേവലം സങ്കല്പങ്ങളാണ്. സങ്കല്പമായിരിക്കുന്ന ലോകത്തിനുപരി എത്തി എന്ന് പറഞ്ഞാൽ കാണുമ്പോഴും പാരമാർത്ഥികമായി കാണാത്തവൻ. ഒരാളെ കാണുമ്പോഴും പാരമാർത്ഥികമായ തലത്തിൽ അയാൾ എന്താ? വേറെ ഒന്നും കാണുന്നില്ല. വേറെ കാണുന്നില്ല. പിന്നെ ആരെ കാണുന്നത്? തന്നെ കാണുന്നു. തന്നെ കാണുന്നുണ്ടോ എന്ന് ചോദ്യം. ഞാൻ എന്നെ കാണുന്നുണ്ടോ? എനിക്ക് ഏറ്റവും അറിയപ്പെടുന്ന വസ്തു ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ഞാനാണ്. പക്ഷെ അത് എങ്ങനെ കാണുന്നു? എന്നെ കാണുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്നെ മറ്റുള്ളവരൊക്കെ കാണുന്നു. എന്നെ എങ്ങനെ കാണുന്നു അതേപോലെ ഞാൻ മറ്റുള്ളവരെയും കാണുന്നു. അറിയുന്നു എന്നർത്ഥം. അവിടെ കാണുന്നു എന്നുള്ളതിന് അറിയുന്നു എന്നെടുക്കണം. അറിവിൽ അമർന്നിരിക്കുന്നു. പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നാമം ഉണ്ടായി. പറയുന്നുണ്ടെങ്കിൽ അവിടെ നാമം ഉണ്ടായി. നാമം ഉണ്ടെങ്കിൽ രൂപമുണ്ട്. അപ്പൊ നാമരൂപങ്ങളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോഴും പാരമാർത്ഥികമായി ഞാൻ ഏകമാണെന്ന് അറിയുന്നു. എന്നെ എങ്ങനെ കാണുന്നുവോ അതേപോലെ ഞാൻ മറ്റുള്ളവരെയൊക്കെ ഞാനായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നുണ്ടോ? കണ്ണാടി നോക്കുമ്പോൾ എന്നെയല്ല കാണുന്നത്. എന്നെ കാണാൻ കണ്ണാടിക്ക് എന്നെ കാണിക്കാൻ കഴിയില്ല. കണ്ണും കാതും നാക്കും മൂക്കും ഒന്നും എന്നെ കാണാൻ കഴിയില്ല. വേറൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാനുണ്ടോ എന്ന്. ഞാനുണ്ടോ?
അതുകൊണ്ട് അതേപോലെ എല്ലാറ്റിലും ഉള്ള ഉണ്മ ആര്? ഞാൻ ഈശ്വരനാണെന്ന് അറിയുന്നു. അവിടെ ഈശ്വര ശബ്ദം ഉപയോഗിച്ചത് പരിമിതികളിൽ നിന്നുകൊണ്ടാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദം അത് ജഗത്തുള്ള ഈശ്വരനിൽ നിന്ന് ഭിന്നമായി ഒരു ജഗത്തുള്ളപ്പോഴേ ഉള്ളൂ ഏത് ഈശ്വര ശബ്ദം ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്ന് മാത്രം. യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയിൽ അയാൾ ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത് പോലെ തോന്നിയേക്കാം. പോലെ പ്രപഞ്ചദൃഷ്ടിയിൽ, പ്രപഞ്ചദൃഷ്ടി എന്ന് പറയുമ്പോൾ ഏതാണ്? മാംസചക്ഷുസ്സുകൾ. അതാണ് പ്രപഞ്ചദൃഷ്ടി. പ്രപഞ്ചം നമുക്ക് തന്ന ദൃഷ്ടി അതല്ലേ? എന്താ? ഈ മാംസചക്ഷുസ്സുകളല്ലേ? അപ്പൊ ഈ കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോ എന്തുണ്ടാവുന്നു? ഇരിക്കുന്ന പോലെ തോന്നുന്നു. വെള്ളം നുരയായതുപോലെ, തിരയായതുപോലെ തോന്നുന്നു. സ്വർണം ആഭരണമായതുപോലെ തോന്നുന്നു. ആയിട്ടില്ല. അത് പ്രപഞ്ചദൃഷ്ടിയാകുന്ന ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ. പ്രപഞ്ച ദൃഷ്ടി മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? പ്രപഞ്ചദൃഷ്ടി എന്നുള്ളതിന് മറ്റൊരു പദമാണ് സ്ഥൂലദൃഷ്ടി. സ്ഥൂലദൃക്കുകൾ കാണുന്നു ഏത്? ഇത് നാമരൂപങ്ങളാണ് എന്ന്. പക്ഷേ സൂക്ഷ്മദൃക്കുകളോ അതിന് ഉപരി കാണുന്നു. ഏത്? സ്ഥൂലദൃഷ്ടിയ ഒരു വസ്ത്രം എന്ന് പറഞ്ഞു വിളിച്ചത് സൂക്ഷ്മദൃഷ്ടിയ അയാൾ നൂല് എന്ന് പറയുന്നു. അപ്പൊ ഏതാപ്പ ശരി? വസ്ത്രമല്ല, നൂലും അല്ല. കാരണമാണ് ശരിയെന്ന് മറ്റു കൂട്ടർ അല്ലേ? അവസാനം ഇതിനെ അപേക്ഷിച്ചല്ലേ കാരണമുള്ളൂ എന്ന് മറ്റൊരു ചോദ്യം. അപ്പൊ എന്താണ്? കാരണഭിന്നനായി കാര്യമില്ലെങ്കിൽ ഞാനും നീയും ഒന്ന് തന്നെ. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മുക്തനായതുകൊണ്ടാണ് ആ പേർ സിദ്ധിച്ചത്. ഏത്? സർവസംസാരമുക്തനായ ഒരു മഹാപുരുഷനെ ജീവൻ മുക്തൻ എന്ന് വിളിക്കാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അയാള് മരിച്ചുപോയിട്ട് മുക്തനായവനല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തൻ, മരിച്ചാലും മുക്തൻ. ജീവിച്ചിരിക്കുമ്പോൾ കെട്ടപ്പെട്ടവനാണെങ്കിൽ അയാൾ മരിച്ചാലും അയാൾ കെട്ടറുത്തു എന്ന് പറയാൻ വയ്യ. സമാധി എത്തിയിട്ടും കാര്യമൊന്നുമില്ല, കൊടട്ടുടച്ചിട്ടും കാര്യമൊന്നുമില്ല. പിന്നെന്താ? ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഈ ഒരു ബോധം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ മരണമുണ്ടോ? ആർക്കാ മരണം? മരണം എനിക്കല്ല, പിന്നെ ആർക്കാ? ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഞാനെന്തിനു വേവലാതിപ്പെടണം? പ്രപഞ്ച ഘടകങ്ങൾ സംഘടിക്കുന്നു, അത് വിഘടിക്കുന്നു, അത് അതിന്റെ നിയമമായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ആര് വേവലാതിപ്പെടുന്നില്ല? വേവലാതിപ്പെടുന്നുണ്ട്. എങ്ങനെ? മറ്റുള്ളവരിൽ എങ്ങനെ വിഘടനം നടക്കുന്നുവോ അതുപോലെ തന്നിലുള്ള വിഘടനവും നടക്കുന്നുണ്ട്. മറ്റുള്ളവര് മരിക്കുമ്പോ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടോ? താനില്ലാതാവരുതേ എന്നൊരു ചിന്ത ആദ്യഘട്ടത്തിലുണ്ട്. മുക്തപുരുഷനെ സംബന്ധിച്ച് സമാണ്. അയാൾ കരയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കരയുണ്ടെങ്കിൽ തനിക്കും കരഞ്ഞോട്ടെ അല്ലേ? ഞാനും ഇല്ലാതാവുമല്ലോ അല്ലേ? വാസ്തവത്തിൽ അയാൾക്കും വേണ്ടി കരയുന്നില്ല. എന്തുകൊണ്ട്? ചണ്ടാളക്കുടിലായാലും രാജകൊട്ടാരത്തിലായാലും പാമ്പ് വളയൂരുന്ന ലാഘവത്തോടുകൂടി തന്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് കണ്ടാ മനസ്സിലാക്കാൻ പറ്റും എന്ത്? ജീവൻ മുക്തനാണ്. ജ്ഞാനി നമ്മളൊക്കെ ജ്ഞാനികളാ, നമ്മളിതൊക്കെ പഠിച്ചില്ലേ? ജീവൻ മുക്തനാണെന്ന് പറയുന്നത് അനുഭവം അവസാന തടിതം ശാസ്ത്രം. അപ്പൊ അറിയാം അല്ലേ? അതിനു മുമ്പ് അയാൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും, ക്ലാസ് എടുത്താലും പ്രസംഗിച്ചാലും അല്ലേ, എന്തായാലും അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞൂടെ? അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞൂടെ? അനുകൂലത്തിൽ നല്ല ആളായിട്ട് നല്ല വെള്ള ചമയാൻ ഏതൊരു മൂടനും കഴിയില്ലേ? പ്രതികൂലത്തിലും അനുഭവങ്ങളിൽ അല്ലേ ബലപൂർവകമാണെങ്കിൽ അത് ആ സമയത്തൊക്കെ അഴിഞ്ഞു പോകും. ഉണ്ടാവില്ലേ? ഉണ്ടാവുന്നേ ഉണ്ടാവില്ല. ഒരു ദേഹം വെടിയണ്ട, ഒരംഗം മുറിഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും? എന്താ? എങ്കിൽ അംഗാണല്ലോ അതൊക്കെ, അംഗോ അങ്കി ആണല്ലോ. അപ്പൊ അത് പോയാൽ വല്ല പ്രശ്നം ഉണ്ടാവും? അംഗോ ഇല്ല, അങ്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ആര് പോയത്? നമ്മളെ അളവ് പോലെ വെച്ചിട്ട് അളന്നിട്ട് കാര്യമില്ല കേട്ടോ. എന്തായാലും ഒറ്റയ്ക്കാക്കി പോയേന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല.
കരയില്ല എന്നും പറയാൻ നമുക്ക് നോക്കില്ല, ശരീരത്തിന്റെ വേദന ഉണ്ടാവില്ലേ? എന്താ അഭിപ്രായം? പക്ഷെ അയാൾ പ്രാർത്ഥിക്കുന്നത് തോന്നുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പിന്നെന്തുണ്ടാവും, ജനിക്കും ചെയ്യും. പോവരുതേ ഒറ്റയ്ക്കാക്കി പോയേന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഉറപ്പാണ് പിന്നെന്ത്, അയാൾ മുക്തനല്ല, അയാൾ പിന്നെയും ബന്ധിക്കപ്പെടും ഉറപ്പ്. എന്തൊരു സ്മരൻ എന്താണോ അയാൾ സ്മരിക്കുന്നത്, ഏത് കളേബരം എന്താണോ ആ സമയത്ത് വിട്ടുപോണ സമയത്ത് എന്താണോ സ്മരിക്കുന്നത്, അതിനനുസരിച്ച് അയാൾ വീണ്ടും വരും. അപ്പൊ ആ സമയത്തുള്ള ഓർമ്മ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ തന്നെ നോക്കണം, ഇത് നിത്യവും പഠിക്കണം. എന്ത് പഠിക്കണം? ഈ ആത്മയാഥാത്മ്യത്തെ കുറിച്ച് എപ്പോഴും ബോധത്തോടുകൂടി പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സമയത്തും അതെ, എന്ത് ചിന്തിച്ചാലും അതാവും, ഇല്ലെങ്കിലോ എന്ത് ചിന്തിച്ചാലും അതാവും. രണ്ടും പറഞ്ഞു മനസ്സിലായല്ലേ? രണ്ടും പറഞ്ഞു മനസ്സിലായല്ലേ? വലിയ അറിവുള്ള ആളായാലും ചിലപ്പോൾ എന്തായി തീരും, ഉൾപോക്കറ്റ് മറ്റൊന്നായിരിക്കും. അയ്യോ എൻ്റെ കുട്ടികളെയൊക്കെ വിട്ടു പോണ്ടേ, അല്ലെങ്കിൽ ആധാരമൊക്കെ ആരാപ്പഞ്ഞി ഇതൊക്കെ നോക്കുക, ഞാൻ പോയാൽ അല്ലേ, അത് നോക്കാനായിട്ടുള്ള ഒരാളായിട്ട് വരും. ബ്രഹ്മജ്ഞാനിയായ ജീവൻ മുക്തനാകട്ടെ സ്വയം സച്ചിദാനന്ദ സ്വരൂപനായതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഉപാധികളെയും ഗുണങ്ങളെയും പരിത്യജിക്കുന്നു. എങ്ങനെ ഭ്രമരകീടം പോലെ നിരന്തരം അയാൾ ബ്രഹ്മഭാവത്തിൽ വർത്തിക്കുന്നു. ആരാണത്? ഭ്രമരകീടം. അതാരാ? വേട്ടാളൻ. അയാൾ ആരെയായിരിക്കും ധ്യാനിക്കണത്? ഒന്നിനെ തന്നെ ഏകാഗ്രചിത്തനാണ്. അതുപോലെ എപ്പോഴാണോ വിഷയാകാരത്തിൽ പരിണമിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആത്മാകാരത്തിൽ നിർബന്ധ ബുദ്ധിയ ബോധപൂർവം ആത്മാകാരത്തിൽ അന്ധകരണത്തെ നിർത്തിയിരിക്കുന്നത്, എപ്പോഴും ധ്യാനിക്കുന്നത്, ആഭരണ വൈവിധ്യങ്ങളെ കാണുമ്പോഴും സ്വർണത്തെ കാണുന്നത്, എന്തൊരു വ്യവഹാരത്തിൽ ഭാര്യയായും ഭർത്താവായും കുട്ടിയായും ഉദ്യോഗസ്ഥനായും ഒക്കെ വ്യവഹരിക്കുമ്പോഴും ഇത് പരമാർത്ഥത്തിൽ ഇതല്ല, ഇന്നതാണ് എന്ന് ആര് വ്യവഹരിക്കുന്നുവോ, അതിനെ ആര് വിചാരം ചെയ്യുന്നുവോ അയാൾ ഏതായിത്തീരും? എന്താണോ അയാൾ ധ്യാനിക്കുന്നത് അതായിത്തീരും. നമ്മളൊക്കെ ധ്യാനിക്കാൻ കഴിവുള്ളവരാ. ഏതിനെ ധ്യാനിക്കുന്നു? പുറത്ത് ആത്മജ്ഞാനവും അകത്ത് വിഷയജ്ഞാനവും. അപ്പൊ ഏതായിത്തീരും? അകത്ത് എന്ത് ഭാവമാണോ അത്? എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതായിത്തീരും. ധ്യാനികളല്ലേ യോഗികൾ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. ഏത് യോഗികളാ കാണുന്നത്? ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ളവർ കാണുന്നു. ആരാ കാണുന്നത്? ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ളവർ കാണുന്നു. അല്ലാത്തവർ കാണുന്നില്ല. കേട്ടവരും പാടിയവരൊന്നും എത്താൻ പോകുന്നില്ല. ആരാണവർ? അവർ യോഗികളാണ്. ആരാ യോഗികള്? ധ്യാനത്തിൽ ഉറച്ചിരിക്കുന്നവർ. ഏത് ധ്യാനത്തിൽ? നമ്മളൊക്കെ യോഗികളാണ്. ഏതിലെ? വിഷയധ്യാനത്തിൽ. അപ്പൊ വിഷയധ്യാനത്തിൽ നിന്ന് ബലപൂർവകം തന്നെ പരിശ്രമപൂർവകം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നൈരന്തര്യേണ ഇടതടവില്ലാതെ ആത്മാകാര വൃത്തിയിൽ ചരിക്കാൻ തയ്യാറായാൽ എന്തായിത്തീരും? ഇതിനെ തിരിച്ചിടാം. വടക്ക് നോക്കിയ യന്ത്രത്തെ തെക്ക് നോക്കിയാക്കി തീർക്കാം. ജനിച്ചു വരുന്നതോടുകൂടി എല്ലാവരും വടക്ക് നോക്കിയ യന്ത്രം പോലെ വിഷയാകാരത്തിലേക്ക് ധ്യാനമഗ്നരായിക്കൊണ്ടാണ് വരുന്നത്. പിന്നെ അതിനെ വർദ്ധിപ്പിക്കുന്നു. അപ്പോഴാണ് ഏത് ചൊവ്വാഴ്ചത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഒന്ന് തിരിച്ചുവിടാൻ നോക്കണത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെയോ വിട്ടാ പോയി ഇനി വടക്കോട്ട് അഥവാ തെക്കോട്ട്. വടക്കോട്ട് ഒരു ദിവസം അല്ലേ? വടക്കായി അറില്ലേ? അത് വേറെ അല്ലേ? തെക്കോട്ട് പോയാനോ വടക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയൊക്കെ വടക്ക് എന്ന് പറഞ്ഞതാ. അപ്പം വടക്കായി പറഞ്ഞാൽ വഷളായി. അതിനെ തിരിച്ചാക്കണം, വടക്കാവാതെ അല്ലേ? അതുകൊണ്ട് നിരന്തരം അതിനെ തന്നെ ചിന്തിച്ച് തദ്ഭാവം പ്രാപിക്കുന്നുവെന്ന ഒരു സങ്കല്പമുണ്ട്. ആര്? ഭ്രമരകീടം. ഏതിനെ ചിന്തിക്കണോ? കീടം ആരെയാ ചിന്തിക്കണത്? കീടം ആരെ ചിന്തിക്കുന്നു? വേട്ടാളിനെ. അതോ വേട്ടാള് കീടത്തിനെയാണ്? എങ്ങനെയാ? എങ്ങനെയാ അറിയാ? പുഴു ഭയന്ന് എപ്പോഴും നോക്കണത് ആരെയാ? വേട്ടാളനെ. അങ്ങനെയാ?
പുഴുവിന് എപ്പോഴും പേടിയാരെയാ? വേട്ടയാളിനെ. അതുകൊണ്ട് നമുക്കൊരു പേടി വേണം. ആരെ പേടി? അതാണ്. ആരെയും പേടിയില്ലെങ്കിൽ ഈശ്വരനെ പേടി വേണം. അത് പേടിയാണോ? അല്ല. ഭയ, ഭക്തി, ബഹുമാനം എന്നൊക്കെ പറയാറുണ്ട്. അതിൽ ഭയം അല്ല ഉണ്ടാവുന്നത്, ആദരവ്, ബഹുമാനം ഉണ്ടാവുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണോ അതിനെ തന്നെ ഒരാൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? വിഷയധ്യാനം. ലോകത്ത് വെച്ച് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താന്ന് വെച്ചാൽ എന്തുണ്ടാവും? ലൗകികന്റെ ദൃഷ്ടിയ എന്താണോ ശ്രേഷ്ഠം അത് അയാളെ പ്രാപിക്കുന്നു, അയാൾ പ്രാപിക്കുന്നു. ഏതൊരാളാണോ ബുദ്ധിതലത്തിൽ ശ്രേഷ്ഠമായത് തനിക്ക് തന്നെ താൻ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അറിയുന്നത്, അയാൾ മറ്റു പ്രിയപ്പെട്ടതിനെ ഒന്നും അന്വേഷിക്കുന്നില്ല, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അയാളെ സംബന്ധിച്ച് അങ്ങനെ പരിശ്രമിക്കുന്ന ഒരാള് എന്തായിത്തീരുന്നു? അതായിത്തീരുന്നു. എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ പുറത്തല്ല അകത്താണ് എന്നറിയുന്ന ആള് പുറത്തു നിന്നൊക്കെ മാറി 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 പുറമേക്കൊക്കെ പോയി അലഞ്ഞ് എവിടെ? തനിക്ക് തന്നിൽ എത്തുന്നത് വരെ അയാൾ അലയും. തന്നെ കാണാൻ വേണ്ടി നടക്കുക, അലയുന്നത്. എന്നിട്ടോ പക്ഷെ അറിയാം ബുദ്ധിതലത്തിലേത് പുറത്തറിഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പുറത്തറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്ന ആള് അകത്തേക്ക് തിരിയണമെങ്കിൽ എന്ത് വേണം? കുറെ അലയണം. പക്ഷെ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പൊ ലക്ഷ്യബോധത്തോടുകൂടി സഞ്ചരിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാവുന്നു? മാർഗത്തിൽ പതനം സംഭവിക്കുന്നില്ല. ലക്ഷ്യബോധം ഇല്ലാതെ ആരാണോ മാർഗത്തിൽ പോകുന്നത് അവരെന്ത് ചെയ്യുന്നു? മാർഗത്തിലുള്ള സുഖത്തെ ലക്ഷ്യത്തിലുള്ള സുഖമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. വിഷയങ്ങളിലുള്ള സുഖം എന്താണ്? ആ സുഖം കൊണ്ട് അയാൾ താൽക്കാലിക തൃപ്തി നേടുന്നു. പരിണാമത്തിൽ എന്താവും? ദുഃഖം. വിഷയസുഖം എന്തായിത്തീരും? പരിണാമത്തിൽ അയാൾ ദുഃഖത്തിൽ ചെന്ന് ചേരുന്നു. പിന്നെ തന്നിലുള്ള സുഖത്തെ അറിയാൻ അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള യാത്ര വേണമെന്ന് പറയാൻ കാരണം, ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇന്നുള്ള വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ അപാകത എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? അവിടെയാ പറയണത് എന്തിനു വേണ്ടി ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നല്ല. എങ്ങനെ ജീവിക്കണം? ജോലി കിട്ടാൻ വേണ്ടി ജീവിക്കണം, കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിക്കണം, സ്വത്ത് സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, ഇതൊന്നുമല്ല. പിന്നെന്താ? എന്തിനു വേണ്ടി ജീവിക്കണം? ആ ലക്ഷ്യബോധം എന്താ? ഇത് തന്നെയാണ് പരമപുരുഷാർത്ഥത്തിലൂടെയും പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളത് മോക്ഷം ലക്ഷ്യമാണെങ്കിൽ മാത്രമേ ധർമ്മം എന്നുള്ള മാർഗം പറഞ്ഞിട്ടുള്ളൂ. മോക്ഷം ലക്ഷ്യമായവർക്ക് ധർമ്മമാണ് മാർഗം, ലക്ഷ്യം മോക്ഷമല്ലാത്തവർക്ക് കാമമാണ് മാർഗം. പക്ഷെ അയാൾ തൃപ്തനാണോ? പണം ഉണ്ടാക്കണ്ടേ? അധാർമികമായും പണം ഉണ്ടാക്കും. എന്തുകൊണ്ട്? പണം ലക്ഷ്യമാണ് അയാളെ സംബന്ധിച്ച്. അയാൾക്ക് മറ്റുള്ളവനെ കൊന്നും മറ്റുള്ളവനെ നശിപ്പിച്ചും എനിക്കെന്താവാം? കാമന നേടാൻ, തന്റെ കാമപൂർത്തീകരണം നടത്താം. ഒപ്പത്തിനൊപ്പം തനിക്ക് ധനം സമ്പാദിക്കും. എന്തുകൊണ്ട്? ധനത്തിൽ കവിഞ്ഞ് മറ്റൊന്നില്ലെന്ന് അയാൾ അറിയുന്നു. കാരണം ധനം കിട്ടിയാൽ അതിന് അയാൾ നിർവചനവും കണ്ടെത്തും. പണത്തിന് മീതെ പരുന്തും പറക്കില്ല, പണമില്ലാത്തവൻ പിണം, പണമെന്നു കേട്ടാൽ പിണവും വാപൊളിക്കും എന്നൊക്കെ അയാൾ വേണം നിർവചനം കൊടുക്കും. കിട്ടിയ തൃപ്തനാകുമോ? അപ്പോഴാ പറയുന്നത് ആശയാകുന്ന പാശാമതിങ്കേന്ന് അതുണ്ടാക്കുന്ന വ്യഗ്രതയിൽ അവസാനം എന്താവും? അതും അയാളെ കൈവടിയും, പണം അയാളെ കൈവടിയും. പിന്നെന്തുണ്ടാവും? അയാൾ ഇനി എന്ത് എന്ന് ആലോചിക്കും. അപ്പോഴേക്കോ ഇതിന്റെ വ്യഗ്രതയിൽ മറ്റൊന്നിനുള്ള കഴിവില്ലാതെയാവും. നെല്ലിനു നീര് പറ്റിയിടിൽ പുല്ലിനും പോയിടുന്നത്. നീര് പറ്റിയ നെല്ല് പിന്നെന്തിനാ? പിന്നെ വൈക്കോലിനല്ലേ പറ്റുള്ളൂ. പിന്നെ അത് വൈക്കോലിനായി, പിന്നെ ഒരു തീയും കൊടുത്താൽ കഴിഞ്ഞു. അപ്പോ പിന്നെ അതുകൊണ്ട് നീരുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? വെള്ളമുള്ള സമയത്ത് അണ കെട്ടാൻ പറഞ്ഞു. വെള്ളം വറ്റിയിട്ട് അണ കെട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ചോര നീരൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ വിചാരം കൂടി ചെയ്യട്ടെ, വേണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെന്താ? അതല്ല പരമാർത്ഥം, തന്നിൽ താൻ ആണ് സത്യം. മറ്റതൊക്കെ ആ സത്യത്തിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. വിഷയത്തിൽ സുഖമില്ലെന്ന് ആചാര്യം പറഞ്ഞില്ല. വിഷയസുഖം ഏതാണ്? തന്റെ സുഖത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. അപ്പൊ ഇത് ഒറിജിനൽ ഏതാ? തന്നിൽ താനായി തന്നെ കൊണ്ട് തന്നെ അറിയലാണ്, വേറെ ഒന്നിനെ കൊണ്ടും അറിയലല്ല. അത് അറിയൽ, ആ ബോധത്തിൽ. ഇത് അറിയാൻ വേണ്ടി അല്പസമയം നീക്കി വയ്ക്കുമ്പോ അതിനനുസൃതമായിട്ട് ബാക്കി സമയവും
വിട്ടുനിന്ന് വീക്ഷിക്കാനും കഴിഞ്ഞാൽ, ഏത് ആയിക്കോട്ടെ, ഏത് സുഖസമ്പാദനവും ആവട്ടെ, ഏത് ഭക്ഷണം തേടുന്നതോ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ജോലി എന്തോ ആയിക്കോട്ടെ, പക്ഷെ എപ്പോഴും ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാണ്. എന്ത്? ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനായ ഒരാളെ വഴിയിൽ അയാൾക്ക് പതനം സംഭവിക്കുന്നില്ല, വഴിയിൽ അചനശയനങ്ങളില്ല. എന്ത്? രാമകാര്യാർത്ഥമായി പോകുന്നത് കൊണ്ട്. രാമകാര്യാർത്ഥമായി പോകുന്നത് കൊണ്ട് വഴിയിൽ പതനം അവനില്ല. രാമകാര്യാർത്ഥം അല്ലെങ്കിലോ നല്ല ഭക്ഷണം കിട്ടുമ്പോൾ വഴിയിൽ അവിടെ തന്നെ ഇരിക്കും, പിന്നെ പോവാൻ വിചാരിക്കും. മൈനാകം പൊന്തി വരുന്നപ്പോഴേക്ക് എന്തായി? ഹനുമാൻ എന്ത് ചെയ്തു? എന്നാ കുറച്ച് വിശ്രമിച്ചിട്ട് പോവാൻ അയാൾ വിചാരിച്ചില്ല. എന്താ വിചാരിച്ചത്? തിരിച്ചു വരട്ടെ, ലക്ഷ്യപ്രാപ്തി കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. കാരണം ഞാൻ രാമകാര്യാർത്ഥമായി പോകുന്നു. വഴിയിൽ അചനശയനങ്ങൾ പാടില്ല. ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമമില്ല. ലക്ഷ്യപ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കാലോ ധാരാളം. വിശേഷണ ശ്രമം വിശ്രമം. അല്ലാതെ വഴിയിൽ വിശ്രമിക്കാൻ തുടങ്ങിയാൽ എന്തുണ്ടാവും? വഴി സമയം വൈകും. ഉറങ്ങാൻ തോന്നിയാൽ എന്താവും? പിന്നെ എത്തലും വൈകിട്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മാരാമനായ യോഗി അജ്ഞാന സമുദ്രത്തെ തരണം ചെയ്ത് രാഗദ്വേഷാദികളായ രാക്ഷസന്മാരെ കൊന്ന് നിത്യശാന്തി നേടി ശോഭിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ അടുത്ത ശ്ലോകം കൊണ്ട്. ഏത്? തീർത്വാ മോഹാർണവം തത്വാ രാഗദ്വേഷാദി രാക്ഷസാൻ യോഗി ശാന്തി സമായുക്ത ആത്മാരാമോ വിരാജതേ. തീർത്വാ മോഹാർണവം തത്വാ രാഗദ്വേഷാദി രാക്ഷസാൻ യോഗി ശാന്തി സമായുക്ത. യോഗി ശാന്തി സീതാ സമായുക്ത എന്ന് പറഞ്ഞാൽ അത് രാമായണായി. സീതാ സമായുക്ത എന്ന് പറഞ്ഞാൽ എന്തായി? രാമായണായി. ഇത് ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത്? ശാന്തി സമായുക്ത, ശാന്തിയെ തന്നെ സമ്യക്ക് അതിൽ തന്നെ ശരിക്കും യുക്തനായി ആത്മാരാമനായി വിരാജിക്കുന്നു. ആത്മാരാമനായ യോഗി അജ്ഞാന സമുദ്രത്തെ തരണം ചെയ്ത് രാഗദ്വേഷാദികളായ രാക്ഷസന്മാരെ കൊന്ന് നിത്യശാന്തി നേടി ശോഭിക്കുന്നു. നമ്മളൊക്കെ രാഗദ്വേഷാദികളായ രാക്ഷസന്മാരെ കൊന്ന്, ഏതാ രാക്ഷസന്മാര്? സാചരാന്ന് തിരിച്ചിട്ടാൽ രാക്ഷസ. ഏതാണത്? രാഗദ്വേഷങ്ങൾ വെടിയാത്തവന്റെ വിദ്യ മുഴുവൻ എന്തിനായിക്കൊണ്ടാണ് തീരുന്നത്? സാക്ഷരാം തിരിച്ചിട്ട്. അതാണ് ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയും. രാവണൻ ആരായിരുന്നു? പുസ്തകജ്ഞാനത്തിൽ അഗ്രഗണ്യനായിരുന്നു, രാമനേക്കാൾ അധികം. സാമവേദജ്ഞനായിരുന്നു അയാൾ. 1000 ശാഖയുള്ള സാമവേദത്തെ പഠിച്ച ആളാണ് ആര്? രാവണൻ. രാമൻ അത്ര പഠിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞാനത്തിൽ, പുസ്തകജ്ഞാനത്തിൽ രാവണനേക്കാളും വളരെ താഴെയാണ്. പക്ഷേ രാമനെ നമ്മൾ ആത്മാരാമനായിരുന്നു, ഉത്തമനായ ഒരു മനുഷ്യനായിട്ട് വാൽമീകി പറയുമ്പോൾ, ഉത്തമനായ ഒരു മനുഷ്യനെ വാൽമീകി അവതരിപ്പിക്കുമ്പോൾ, രാവണൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും അയാളെ രാക്ഷസ ഗണത്തിലാണ് പെടുത്തിയത്. അല്ലാതെ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ പർവ്വതാകാരത്തോടു കൂടിയ ശരീരത്തോടു കൂടിയവൻ എന്നവിടെ അർത്ഥമില്ല. പിന്നെന്താ? രാക്ഷസീ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നവൻ. അതായത് ബുദ്ധിയുണ്ട്, പക്ഷെ എന്തിനു വേണ്ടിയാ പ്രയോഗിക്കുന്നത്? മറ്റുള്ളവരെ കൊല്ലാൻ, മറ്റുള്ളവരെ നശിപ്പിക്കാൻ, മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്താൻ. തനിക്ക് സുഖം വേണം, അതിന് മറ്റുള്ളവനെ ഞാൻ കൊന്നാലും തിരക്കടില്ല, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് വയറ് നിറഞ്ഞു, മറ്റുള്ളവന് കിട്ടാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിക്കുന്നവരായതുകൊണ്ട് അങ്ങനെയുള്ള രാക്ഷസീ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നവരെ രാവണന്റെ ഗണത്തിൽപ്പെടുത്തി. ഇതന്നെയാണ് രാമായണത്തിലും പറയുന്നത്. ശാന്തി സീതാ സമായുക്ത എന്ന് മാറ്റിയാൽ അത് രാമായണമായി. രാമൻ രാവണനെ കൊന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോരുത്തരും നമ്മളിലുള്ള ആസുരി ബുദ്ധിയെ കീഴടക്കി എന്നാണ് അതിന്റെ അർത്ഥം. അതിന് 8 തലയോ 10 തലയൊക്കെ ഉണ്ടാവട്ടെ, അത് ഒന്നിനെ മാത്രം ഇല്ലാതാക്കിയിട്ട് കാര്യമില്ല, ഒന്നിച്ച് കളയണം. ഒന്നിനെ കളഞ്ഞാൽ മറ്റൊന്ന് പൊന്തി വരും, രാവണന്റെ തല പോലെ. അതിന്റെ അർത്ഥം ഇനി രാമായണം ഇല്ല എന്ന് പറയരുതേ. ആനന്ദജന്യ പറഞ്ഞു ഇനി രാമായണമില്ല, രാവണമില്ല, അതൊക്കെ നമ്മളിലുള്ള ആസുരി ബുദ്ധിയാണെന്നൊന്നും പറഞ്ഞു എന്ന് പറയണ്ട. ചെങ്ങൽപ്പ അങ്ങനെയും പറഞ്ഞു എന്ന് വരും, അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതെ, അതിൽ നിന്ന് ശ്രൗത ബുദ്ധി കടമെടുത്താൽ,
അന്നൊരു രാമനും രാവണനും ഉണ്ടായിരിച്ചിട്ട് നമ്മൾ അത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിലുള്ള സൗദബുദ്ധിയെ നമ്മൾ സ്വീകരിച്ചാൽ ഇന്ന് നമ്മളിലുള്ള, അതൊക്കെ നമ്മുടെ ഇടയിലുള്ള രാക്ഷസീ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നു. അല്ലാതെ അല്ലേ? ആദ്യം ഏതിലെ രാക്ഷസീ ബുദ്ധി ഇല്ലാതാക്കണം? നമ്മളിലുള്ള രാക്ഷസീ ബുദ്ധിയെ കീഴ്പ്പെടുത്തണം. ആസുരി ബുദ്ധിയെ കീഴ്പ്പെടുത്തി ദൈവീ ബുദ്ധിയെ സമാശ്രയിച്ചാൽ നമുക്കും രാമനാവാം. ഏത് രാമനാവാം? ആത്മാരാമൻ. അതെ, അങ്ങനെ ബാഹ്യാനിത്യ സുഖാസക്തിം ഹിത്വാത്മസുഖ നിർവൃതഃ ഘടസ്ഥതീവ വച്ചശ്വത് അന്തരേവ പ്രകാശതേ. ബാഹ്യങ്ങളായ അനിത്യസുഖങ്ങളിലുള്ള ആസക്തി ഉപേക്ഷിച്ചിട്ട് ആത്മസുഖത്തിൽ തന്നെ നിർവൃതനായി കുടത്തിനകത്തുള്ള ദീപം പോലെ യോഗി എല്ലാ സമയത്തും അന്തർഭാഗത്ത് തന്നെ പ്രകാശിക്കുന്നു. ഇവിടെ വേറെ അർത്ഥെടുക്കരുത്. കുടത്തിനുള്ള അകത്ത് പുറത്തേക്ക് പ്രകാശം കൊടുക്കുന്നില്ല എന്ന് മറ്റൊരു പ്രകരണത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ആ അർത്ഥത്തിനല്ല ഇവിടെ ദൃഷ്ടാന്തം സൂചിപ്പിച്ചത്. ഇതിനെന്തിനാ? അകത്ത് എപ്പോഴും ദീപം ജ്വലിക്കുന്നു, പുറത്ത് എങ്ങനെ വ്യവഹരിച്ചാലും അകത്തുള്ളതല്ലേ പുറത്തേക്ക് വരൂ. അത് അർത്ഥമില്ല. സമയം കഴിഞ്ഞു, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. 51 പിന്നെ ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.